إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2017 അസം നിയമസഭയിൽ ഒരു നിയമം പാസാക്കി. അഥവാ സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകൾ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിതമായ ഒരു തുക അത് പിഴയായി, ഫൈനായി നൽകണമെന്നാണ് 2017 നിയമം പാസാക്കിയത്. ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക എന്നുള്ളത് കേവലം ഏതെങ്കിലും സർക്കാരിന്റെ നിയമത്തെ ഭയന്നുകൊണ്ടല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നാട്ടു നടപ്പ് അനുസരിച്ചുകൊണ്ട് ഞാൻ ഇപ്പൊ എന്റെ ഉമ്മാനെ നോക്കിയിട്ടില്ലെങ്കിൽ, ഞാൻ എന്റെ വാപ്പാക്ക് ചെലവിന് കൊടുത്തിട്ടില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടുമല്ല ഒരു മുസ്ലിം മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്. കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മതപരമായ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ആമുഖമായി ഒന്നാമത്തെ വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു മാതാപിതാക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ നോക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ 3 ഇരട്ടകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അഥവാ ഒരു വിഷയം പറഞ്ഞാൽ എല്ലാ സമയത്തും തൊട്ടപ്പുറത്ത് പറയുന്നത് ഇതേ മറ്റൊരു വിഷയമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, അതീഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്തോട് എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു വിഷയം എന്താ?
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണം എന്നുള്ളതാണ്. അഖീമുസ്സലാത്ത്, നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിനോട് ചേർത്തി അല്ലാഹു പറഞ്ഞ വാക്ക് എന്താ? വഅതു സകാത്ത്, നിങ്ങൾ സകാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ അല്ലാഹു പറഞ്ഞൊരു വിഷയമാണ് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളത് കൂടി അല്ലാഹു എപ്പോഴും ചേർത്തി പറയാറ്. ഒന്ന് ഫ്രണ്ടിലേക്ക് ഒന്ന് കേൾപ്പിക്കോ. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 3 ഇരട്ടകളെ പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും അതിനോട് ചേർത്തി പറയുന്നത് ഈ വിഷയമായിരിക്കും. അല്ലാഹുവിനെ ആരാധിക്കണം, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമേറിയ വിഷയമാണ്. അതിനോട് ചേർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചില പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ആ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞൊരു വാക്കാണ് സൂറത്ത് മറിയമിലെ 32-ാമത്തെ ആയത്ത്. ഇബ്രാഹിം ഈസാ നബിയുടെ പ്രത്യേകതയായിട്ട് അല്ലാഹു പറയാണ് വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ. ഈസാ നബിയുടെ പ്രത്യേകത എന്താണെന്നറിയോ മുസ്ലിമീങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അദ്ദേഹത്തിന്റെ ഉമ്മാനോട് നല്ല നിലക്ക് വർത്തിക്കുന്ന ആളാണ്, അദ്ദേഹം നിഷ്ഠൂരനും ഭാഗ്യം കെട്ട ആളും അല്ല എന്നാണ് അല്ലാഹു പറയുന്നത്. ഇബ്രാഹിം നബിയെ കുറിച്ച് വരും തലമുറക്ക് പിൻതലമുറക്ക് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറഞ്ഞ വിഷയം ഉമ്മാക്ക് നന്മ ചെയ്യുന്ന ആളാണ്. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അല്ലാഹു പരിചയപ്പെടുത്തിയപ്പോൾ സൂറത്ത് മറിയമിന്റെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ് വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യാ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ആളാണ്, നിഷ്ഠൂരനും അനുസരണം കെട്ടവനുമായിരുന്നില്ല യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ് യഹ്യാ നബിയുടെ പ്രത്യേകതയായിട്ട് അല്ലാഹു പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് നബി പറയാണ് റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ, അല്ലാഹുവേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും പുറത്തു തരണ റബ്ബേ എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിന്റെ 41-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു റബ്ബനാ ഗ്ഫിർലി വലിവാലിദയ്യ, ഞങ്ങളുടെ രക്ഷിതാവേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണ റബ്ബേ എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ പിൻതലമുറക്കാരായ ആളുകൾക്ക് ശരിക്കും ശ്രദ്ധിക്കണേ, വരും തലമുറക്കാരായ ആളുകൾക്ക് ഈ പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അല്ലാഹു അതൊന്നും പറയാതെ എടുത്തു പറഞ്ഞ വിഷയം എന്താണ്? ഉമ്മാക്ക് നന്മ ചെയ്യുന്ന ആളാണ്, ഉപ്പാക്ക് നന്മ ചെയ്യുന്ന ആളാണ്, വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരെ കുറിച്ച് മുഴുവനും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഇസ്ലാമിൽ മാതാപിതാക്കളെ സ്നേഹിക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേറെ മഹത്തരമാണ്, കുറേ പ്രതിഫലം ലഭിക്കുന്ന രൂപത്തിലാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ സ്വഹാബത്തിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സ്വഹാബ ഇന്ന ഖൈറ താബിഈന റജുലുൻ യുഖാലു ലഹു ഉവൈസ് ബിൻ ആമിർ. സ്വഹാബത്തെ താബിഈങ്ങളുടെ കൂട്ടത്തിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച് നബിയിൽ വിശ്വസിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ട ആളുകളെയാണ് സ്വഹാബികൾ എന്ന് പറയാം. സ്വഹാബികളുടെ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം സ്വഹാബികളെ കണ്ട് ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ച ആളുകളെയാണ് താബിഈങ്ങൾ എന്ന് പറയാം. എന്നാൽ പ്രവാചകൻ പറയുന്ന വാക്ക് നോക്കുകയാണെങ്കിൽ
സ്വഹാബികൾ കൂട്ടത്തിൽ എന്നല്ല പറഞ്ഞത്, താബീങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വരും. ആ മനുഷ്യന്റെ പേര് ഉവൈസ് ബിൻ ആമിർ എന്നാണ്. സ്വഹാബത്തെ നിങ്ങൾക്ക് എങ്ങാനും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാൻ, നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ നിങ്ങൾ അദ്ദേഹത്തോട് പറയണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നബി പേര് മാത്രമല്ല പറഞ്ഞത്, ഉവൈസ് എന്ന പേര് മാത്രമല്ല പറഞ്ഞത്. നബി പറഞ്ഞു ഉവൈസ് ബിൻ ആമിർ യമനുകാരനാണ്. അതേപോലെ തന്നെ അദ്ദേഹം കർമ്മ ഗോത്രക്കാരനാണ്. മുറാത്ത് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നായിരിക്കും അദ്ദേഹം പുറപ്പെടുക. അതുകൊണ്ട് ഇന്നാലിന്നെ ഈ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന് തേടണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് ആര് വന്നാലും അവരുടെ അരികിലേക്ക് ചെല്ലും. സാധാരണ ഈ ഹജ്ജിന്റെ വേളയിൽ, ഹജ്ജിന്റെ സമയത്തായിരിക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ മക്കയിലേക്ക് വരിക. അപ്പൊ ഹജ്ജിന്റെ വേളകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യമനുകാരായ ആളുകൾ വരുമ്പോൾ പോയി ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ ഉണ്ടോ? പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉവൈസ് ബിൻ ആമിറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനായ ഉസൈദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു വേദന ചെയ്യുന്ന ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ യമനിൽ നിന്ന് ചില ആളുകൾ വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പോയി ചോദിച്ചു, അഫീകും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന വ്യക്തിയുണ്ടോ? അപ്പൊ ആളുകൾ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഉമർ പറഞ്ഞു, എനിക്ക് ഉവൈസിനെ കാണണം. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത് യമനിൽ നിന്ന് വന്ന കർമ്മ ഗോത്രക്കാരായ നേതാക്കളോടാണ്. ആ നേതാക്കളായ ആളുകൾ പറയുന്നു, നിങ്ങൾ എന്തിനാ ഉവൈസിനെ കാണുന്നത്? ഞങ്ങളുടെ ഒട്ടകത്തെ മേയ്ക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ്. അറഫന്റെ ഭാഗത്ത് ധാരാളം അറാഖിന്റെ മരങ്ങളുണ്ട്. ആ ഭാഗത്തുണ്ട്, ഞങ്ങളുടെ ഒട്ടകങ്ങളെ മേയിച്ചുകൊണ്ട് ഉവൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അറഫന്റെ ഭാഗത്തേക്ക് ചെന്നപ്പോ അറാഖ് മരത്തിന്റെ ചുവട്ടിൽ ഒരു കീറിയ പുതപ്പും പുതച്ചുകൊണ്ട് ഉവൈസ് ബിൻ ആമിറിനെ ഉമർ റളിയല്ലാഹു അൻഹു കാണാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അൻത ഉവൈസ് ബിൻ ആമിർ, നിങ്ങളാണോ ഉവൈസ്? അദ്ദേഹം പറഞ്ഞു, അതെ ഞാനാണ് ഉവൈസ്. മുറാദിൽ നിന്നാണ്. അതെ. കർമ്മ ഗോത്രക്കാരനായ അതെ ഞാൻ തന്നെയാണ് ഉവൈസ് ബിൻ ആമിർ. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കാണ്, ഫകാന ബിക ബറസുൻ ഫബഹിത മിൻഹു ഇല്ലാ മൗദിഅ ദിർഹമിൻ, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് ഉണ്ടായിരുന്നില്ലേ? ആ വെള്ളപ്പാണ്ടൊക്കെ ഇപ്പൊ മാറി ഒരു ദിർഹമിന്റെ, ഒരു കോയിന്റെ വിരുപ്പത്തിൽ മാത്രമല്ലേ ഉള്ളൂ പിന്നെ വെള്ളപ്പാണ്ട്, ബാക്കി എല്ലാം മാറിയില്ലേ? അപ്പോഴും ഉവൈസ് ബിൻ ആമിർ പറഞ്ഞു, അതെ മാറിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ലക വാലിദ, നിനക്ക് ഉമ്മ ഉണ്ടോ? നിനക്ക് ഉമ്മ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഉവൈസ് പറഞ്ഞു, അതെ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കണ്ടാൽ ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണമെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉവൈസ് ബിൻ ആമിർ പറയുന്നു, ഉമറേ ഞാൻ താബിയാണ്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെ കണ്ടാൽ ഇസ്തിഗ്ഫാർ നടത്തണമെന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്. ഈ താബീനെ ഇത്രത്തോളം പ്രത്യേകത ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിയാണ് ആര്? ഉവൈസ് ബിൻ ആമിർ. നബിയെ കാണാനും മദീനയിലേക്ക് വരാനും ഒരുപാട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ ഉമ്മ രോഗിയാണ്. ഉമ്മാനെ നോക്കാനും ഉമ്മാനെ പരിചരിക്കാനും വേണ്ടി സമയം അദ്ദേഹം മാറ്റിവെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണക്കാരനായ ഉവൈസ് ബിൻ ആമിറിനെ അല്ലാഹു ഉയർത്തുകയാണ്. അല്ലാഹു ഉയർത്തിയിട്ട് പറയാണ്, സ്വഹാബികളെ നിങ്ങൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടാൻ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം. റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അയ്യ തുരീദു, ഈ ഉവൈസ് ബിൻ ആമിർ പ്രാർത്ഥിക്കുക ചെയ്തു. എന്നിട്ട് ചോദിക്കണം, ഇനി നിങ്ങൾ എങ്ങോട്ടാ പോണത്? യമനുകാരനല്ലേ, ഇനി യമനിലേക്കാണോ പോണത്? അല്ല, ഇനി ഞാൻ പോണത് കൂഫയിലേക്കാണ്. റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ, കൂഫയിലെ ഗവർണർ ഒരു കത്ത് എഴുതി തരാം, നിങ്ങൾക്ക് നല്ല സുന്ദരമായ ജീവിതം, എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് റെഡിയാക്കി തരാം. ഉവൈസ് ബിൻ ആമിർ അതിന് കൊടുത്ത മറുപടി, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനായി ജീവിക്കാനാണ് ഉവൈസ് ആഗ്രഹിക്കുന്നത്.
അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കത്ത് തരണ്ട എന്ന് പറഞ്ഞ് ഉവൈസ് ബിൻ ആമിർ കൂഫയിലേക്ക് പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, താബീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഉവൈസ് ബിൻ ആമിറിനെ അള്ളാഹു ഉയർത്താനുള്ള കാരണം ഉമ്മാക്ക് നന്മ ചെയ്തു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാണ്, മാതാപിതാക്കൾക്ക് മുമ്പിൽ വിനയത്തിന്റെ ചിറക് ഇങ്ങനെ താഴ്ത്തു കൊടുക്കണം. നമ്മൾ എത്ര വലിയ കച്ചവടക്കാരനാണെങ്കിലും, എത്ര വലിയ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ പേരിന്റെ കൂടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരുപാട് അക്ഷരങ്ങൾ ചേർത്തി വെക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ എത്തിയാലും, നമ്മുടെ ബാങ്ക് ബാലൻസ് മറ്റൊരു മനുഷ്യൻ അറിഞ്ഞാൽ അത്ഭുതപ്പെടുന്ന രൂപത്തിലുള്ള ബാങ്ക് ബാലൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, ഉമ്മാന്റെ മുമ്പിൽ നമ്മൾ മകനാണ്, വാപ്പാന്റെ മുമ്പിൽ നമ്മൾ മകളാണ്. ആ ഒരു വിനയത്തിന്റെ ചിറക് ഇങ്ങനെ താഴ്ത്തി വെക്കണം. നമ്മുടെ സമ്പത്ത് ആ ഒരു ചിറക് വാപ്പാന്റെ മുമ്പിൽ വിടർത്താൻ പാടില്ല. നമ്മുടെ അധികാരം, നമ്മുടെ പിന്നിൽ 10,000-കണക്കിന് അനുയായികൾ ഉണ്ടെങ്കിലും വാപ്പാന്റെ മുമ്പിൽ വിനയത്തോടുകൂടി ചിറക് താഴ്ത്തി നിൽക്കണം എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അവരോട് മാന്യമായി പെരുമാറണം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതാണ്, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മഹാനായ താബിഈ പണ്ഡിതൻ സുഫിയാൻ ബിൻ ഉയൈന റഹ്മത്തുള്ളാഹി പറയാണ്, മൻ സല്ല സ്വലവാത്തിൽ ഖംസ ഫഖദ് ശകറല്ലാഹു തആല. ഒരാൾ 5 വഖത്ത് നിസ്കാരം നിസ്കരിച്ചാൽ അവൻ അല്ലാഹുവിനോട് നന്ദി കാണിച്ചിട്ടുണ്ട്. 5 വഖത്ത് നിസ്കാരം ഒരാൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവോട് എന്തുണ്ട്? അവൻ നന്ദി കാണിച്ചിട്ടുണ്ട്. വമൻ ദഅ ലിവാലിദിഹി ഫി അദ്ബാരി സ്വലവാത്തി ഫഖദ് ശകറഹുമാ. നമസ്കാരത്തിന് ശേഷം ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവൻ ബാപ്പാനോടും ഉമ്മാനോടും നന്ദി ചെയ്തവനാണ്. നമ്മൾ ഇന്ന് രാവിലെ എണീറ്റത് മുതൽ ആരംഭിക്കുക, സുബഹിയും ദുഹറും അസറും മഗ്രിബൊക്കെ നമ്മൾ നിസ്കരിക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മാക്ക് വേണ്ടി, നമ്മുടെ ഉപ്പാക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ഇന്നലെ ദിവസം മാത്രം നോക്കുക. എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ അഹഖു ബിഹുസ്നി സ്വഹാബതി, ഞാൻ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ കൂട്ടത്തിൽ മാന്യമായി പെരുമാറേണ്ടത്, ഉത്തമ സഹവാസത്തിന് ഏറ്റവും അർഹതപ്പെട്ടത് ആരാണ് ഹബീബേ എന്ന് ചോദിച്ചപ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി ഉമ്മുക. നമ്മൾ ഒരുപാട് പ്രസംഗത്തിൽ, ഒരുപാട് ക്ലാസ്സിൽ കേട്ട മറുപടിയാണ്. നബിയെ പിന്നെ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഉമ്മ. നബിയെ പിന്നെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഉമ്മ. നബിയെ പിന്നെ ആരാണ്? പിന്നെ നിന്റെ ഉപ്പയാണ്. 3 പ്രാവശ്യവും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉമ്മ എന്നുള്ളതാണ്. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് നമ്മുടെ എല്ലാ ആളുകളുടെയും മാതാപിതാക്കൾ നമ്മളെ ഈ രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയാണ്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് വസിയ്യത്ത് ചെയ്ത വിഷയമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലാഹു മനുഷ്യരോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ വസിയ്യത്താണ്. എന്താണ് കാരണം? അവരെ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ക്ഷീണത്തിന്മേൽ ക്ഷീണം സഹിച്ചിട്ടാണ് ഉമ്മ നമ്മളെ പ്രസവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഉമ്മ നമ്മളെ ഗർഭം ചുമന്നിട്ടുള്ളത്. 2 വർഷം എന്ത് ചെയ്യണം? കുട്ടിക്ക് മുലപ്പാല് നൽകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്ക് നോക്കുകയാണെങ്കിൽ, അനിഷ്കുർലി വലിവാലിദൈക, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കും, അല്ലാഹുവോട് നന്ദി കാണിക്കും, നിങ്ങളുടെ വാപ്പാനോട് ഉമ്മാനോട് നിങ്ങൾ നന്ദി കാണിക്കും. ഇല്ലെങ്കിലോ ഇലയ്യൽ മസീർ, നിങ്ങൾ തിരിച്ചു വരാനുള്ളത് എന്റെ അരികിലേക്കാണ്. നിങ്ങൾ കാലാകാലം ദുനിയാവിൽ ശാശ്വതമായിട്ട് ജീവിക്കുന്നില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ മരണം നിങ്ങളെ പിടികൂടിയാൽ നിങ്ങൾ വരാനുള്ളത് എന്റെ അരികിലേക്കാണ്. അതുകൊണ്ട് വാപ്പാനോടും ഉമ്മാനോടും നന്ദി കാണിക്കണം. നമ്മുടെ ഭാര്യ ഗർഭിണിയായപ്പോഴും അവരനുഭവിക്കുന്ന പ്രയാസം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് നടക്കുമ്പോ, ഇരിക്കുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, ബാത്റൂമിലേക്ക് പോകുമ്പോ അവരനുഭവിക്കുന്ന പ്രയാസം നമ്മൾ കണ്ടതാണ്. നമുക്ക് വല്ലാത്ത വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ വിഷമം തന്നെയാണ് നമ്മുടെ ഉമ്മയും നമ്മളെ ഗർഭം ചുമന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ളത്. പലപ്പോഴും അത് നമ്മൾ മറക്കുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യന്റെ വിഷമമാണ് നമ്മൾ വലിയ കാര്യമായിട്ട് പറയുന്നത്. ഇതിനേക്കാൾ വിഷമം, അല്ലെങ്കിൽ ഇതേപോലെ വിഷമം നമ്മുടെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് മറക്കുകയാണ്. സഹോദരിമാരെ, ആലോചിക്കേണ്ട വിഷയം, ഗർഭകാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടായിട്ടുണ്ട്.
ക്ഷീണവും ബുദ്ധിമുട്ടും അത് ഞാനത് പറയുന്ന സമയത്ത് അത് ശരിക്കും അനുഭവിച്ച ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ ആഴവും പരപ്പും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും. നിങ്ങൾ അനുഭവിച്ച അതേ ക്ഷീണം, അതേ പ്രയാസം, അതേ ബുദ്ധിമുട്ട് നിങ്ങളുടെ ഉമ്മയും അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കള് എന്തെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും അവരെന്തെങ്കിലും തിരിച്ച് നന്ദി കേട്ട് കാണിച്ചാൽ നമ്മൾ പറയുന്നത് വാക്കാണ്, എന്തെങ്കിലും ചെയ്തിട്ടും കാര്യമില്ല, നന്ദി ഇല്ലാത്ത വർഗ്ഗാണ് നിങ്ങള്. നിന്നെ ഞാൻ 9 മാസം 10 മാസം ചുമന്നിട്ടുണ്ട്, ഒന്ന് പ്രസവിച്ചിട്ടുണ്ട്. വാപ്പ പറയും, ഉമ്മ ഗർഭകാലത്തിന്റെ കണക്ക് പറയുമ്പോ, വാപ്പ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളുടെ പ്രയാസത്തിന്റെ കണക്ക് പറയുമ്പോ നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കൾ നമ്മളോട് എന്തെങ്കിലും ഒരു അനുസരണ കേട്ട് കാണിക്കുമ്പോൾ നന്ദി കെട്ട വർഗ്ഗാണ് എന്ന് പറയുമ്പോഴേ നമ്മുടെ ഉമ്മാനോട് നന്ദി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വാപ്പാനോട് നന്ദി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ വളരെ ഗൗരവത്തിലാണ് ആലോചിക്കേണ്ടത്. യമനിൽ നിന്ന് ഒരു സ്വഹാബി, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ഉമ്മാനെ തലയിൽ ചുമന്ന് കൊണ്ടുവരുന്നുണ്ട്. ഒരു കൊട്ട ഉണ്ടാക്കി ആ കൊട്ടയിൽ ഉമ്മാനെ ഇരുത്തി ആ കൊട്ട ആ മനുഷ്യന്റെ തലയിൽ വെച്ച് യമനിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് വന്നു. മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്ത് വന്ന് തവാഫ് ചെയ്യുന്ന സമയത്താണ് നബി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടത്. ഏകദേശം സൗദിയിൽ നിന്ന് യമനിലേക്ക് 1000 കിലോമീറ്റർ ഉണ്ട്. ഒരു മനുഷ്യൻ കാൽനടയായി ഉമ്മാനെ തലയിൽ വെച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എത്ര ഭാരാണ്, എത്ര വലിയ പ്രയാസമാണ്. ഇങ്ങനെ ത്യാഗങ്ങളൊക്കെ സഹിച്ചു വന്ന് ഇത് മക്കയിലെ റെസ്റ്റ് ചെയ്യാമോ? അല്ല, ആ മനുഷ്യൻ ഉമ്മാനെ ചുമന്നുകൊണ്ട് കാബ തവാഫ് ചെയ്യാണ്. തവാഫ് ചെയ്യുന്ന സമയത്താണ് നബി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, നബി ഉമർ, ഞാൻ എന്റെ ഉമ്മാനോട് ചെയ്യേണ്ട കടമ പൂർത്തീകരിച്ചിട്ടില്ലേ? ഞാൻ എന്റെ ഉമ്മാനോട് ചെയ്യേണ്ട കടമ ഞാൻ പൂർത്തീകരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു കൊടുത്ത മറുപടി, നിന്റെ ഉമ്മ നിന്ന ഗർഭം ധരിച്ച സമയത്ത് അനുഭവിച്ച പ്രയാസത്തിന് ഒരംശം ഇതാക്കിയില്ല. സുബ്ഹാനല്ലാഹ്. നിന്റെ ഉമ്മ നിന്ന ഗർഭം ചുമന്ന സമയത്ത് ധരിച്ച സമയത്ത് അവരനുഭവിച്ച പ്രയാസത്തിന്റെ ത്യാഗത്തിന്റെ ഒരംശം പോലും ഇതൊരു പകരായിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാനോട് നന്ദി കാണിക്കാൻ കഴിയണം, ബാപ്പാനോട് നന്ദി കാണിക്കാൻ കഴിയണം. നമ്മളിങ്ങനെ ആലോചിക്കണം, ഒരു മകൻ ഉമ്മാനോട് പറയാൻ പാടില്ലാത്ത ചില വാക്കുകൾ നമ്മുടെ നാവിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഒരു മകള് വാപ്പാനോട് പറയാൻ പാടില്ലാത്ത ചില വാക്കുകളുണ്ട്, അത് നമ്മുടെ നാവിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കാൻ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു വിഷയമാണ്, നമ്മുടെ കാരണം കൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? എന്റെ ഉമ്മ എന്നവരെ എന്റെ കാരണം കൊണ്ട് കരഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ വാക്ക് ആലോചിച്ച്, ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ആലോചിച്ച്, എന്നാലും എന്റെ കുട്ടിയോട് അങ്ങനെ പറഞ്ഞല്ലോ. ആര് പറഞ്ഞാലും കുഴപ്പമില്ല, അവന് അല്ലെങ്കിൽ അവള്. ഞാൻ എന്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹിച്ചത് അവനെയാണ്. പക്ഷെ എന്നിട്ടും അവളുടെ നാവുന്ന് വന്നല്ലോ എന്ന് നമ്മുടെ ഉമ്മ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിക്കേണ്ടത്. പാപ്പാനോടും ഉമ്മാനോടുള്ള കടമ എത്ര ചെയ്താലും തീരുന്നില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ലാ യജ്സി വലദുൻ വാലിദൻ ഇല്ലാ യജിദഹു മംലൂകൻ ഫയശ്തരിഹു വയുഅതിഖഹു. വാപ്പാനോടുള്ള കടമ എത്രയെന്ന് അറിയോ? വാപ്പാനോടുള്ള കടമയായിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാള് അയാളുടെ വാപ്പാനെ അടിമയായി കണ്ടു. അപ്പൊ വാപ്പ അടിമയാണ്. എന്നിട്ട് ആ വാപ്പാന്റെ യജമാനന്റെ കയ്യിൽ നിന്നും പണം കൊടുത്ത് ഈ വാപ്പാനെ വാങ്ങി. എന്നിട്ട് സ്വതന്ത്രനാക്കിയാലും ഈ യജമാനൻ പറയുന്ന പണം നൽകി വാപ്പാനെ സ്വതന്ത്രനാക്കിയാലും വാപ്പാനോടുള്ള കടമ തീരുന്നില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ജിഹാദിനേക്കാൾ വലിയ പ്രതിഫലം ഉമ്മാക്ക് നന്മ ചെയ്യലാണ്. അള്ളാഹുവിന്റെ രണഭൂമിയിൽ ജിഹാദ് ചെയ്യുന്നവർ എത്ര വലിയ കൂലിയാണ്. എന്നാൽ ആ കൂലിയേക്കാൾ വലിയ കൂലി എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് നന്മ ചെയ്യണതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് ചെയ്യലാണ്. എന്നിട്ട് ഈ സ്വഹാബി വീണ്ടും ചോദിക്കാണ്, സുമ്മ അയ്യ, പിന്നെ ഏതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം? സുമ്മ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണെന്നുള്ളതാണ്. ഈ സ്വഹാബി വീണ്ടും ചോദിക്കാണ്, സുമ്മ അയ്യ, പിന്നെ എന്താണ്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ രണഭൂമിയിൽ ഷഹീദാകലാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ രണഭൂമിയിൽ യുദ്ധത്തിന് ഇറങ്ങലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. നമുക്ക് ജിഹാദിനേക്കാൾ മുമ്പ് പറഞ്ഞത് എന്താ? ഉമ്മാക്കും ഉപ്പാക്കും നന്മ ചെയ്യണതാണ്. ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്യാണ്.
ഒരു വ്യക്തി വന്നിട്ട് നബിയുടെ കൈയും പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്യാണ്. എന്താ ബൈഅത്ത് എന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളുടെ കൂടെ ഹിജ്റക്ക് വേണ്ടിയിട്ടും യുദ്ധത്തിൽ ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു, മരണം വരെ ഞാൻ ഉണ്ടാകും, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് സ്വഹാബി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചത്, ഫഹൽ മിൻ വാലിദൈക അഹദുൻ ഹയ്യ്, നിന്റെ ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ ജീവനോടുണ്ടോ? ഇപ്പോ മരണപ്പെടാൻ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? ആ മനുഷ്യൻ പറയാണ്, നഅംബൽ കിലാഹുമ, രണ്ടുപേരുണ്ട് റസൂലേ, രണ്ടുപേരും ജീവനോട്, രണ്ടാളും മരണപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫതബ്തഗി അജ്റ മിനല്ലാഹ്, നീ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ്, അല്ലാഹുവിൽ നിന്നുള്ള അജ്റാണ് നിന്റെ ആഗ്രഹം എങ്കിൽ ഫർജി, നീ മടങ്ങി പോകണം, ഇലാ വാലിദൈക, നിന്റെ മാതാപിതാക്കളുടെ അരികിലേക്ക് നീ മടങ്ങി ചെല്ലണം. ഫഅഹ്സിൻ സുഹ്ബതഹുമാ, അവരുടെ ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം? പെരുമാറണം എന്ന് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ജിഹാദിന് വന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ഉമ്മയും ഉപ്പയും ഉണ്ടോ എങ്കിൽ അവർക്ക് പോയി നിസേവനം ചെയ്യും, അവർക്ക് പോയി അവർക്ക് ചെയ്യേണ്ട കടമകൾ നീ പൂർത്തീകരിക്കുക. ജിഹാദിനേക്കാൾ പ്രതിഫലം അതിനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഈ മനുഷ്യൻ ഇങ്ങനെ വന്ന് ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ? ആ മനുഷ്യൻ പറയാണ്, അതേ റസൂലേ, ജീവിച്ചിരിക്കുന്നുണ്ട്, നാം വരുന്ന സമയത്ത് അവരെ കരഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിന് പോകാണെന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ ഉമ്മ കരയുന്നുണ്ട്, എന്റെ വാപ്പ കരയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ തിരിച്ചു പോകണം, കരഞ്ഞ് അവരെ നീ ചിരിപ്പിക്കണം, നീ ചെന്നിട്ട് അവരെ ചിരിപ്പിക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് വന്നിട്ട് ഒരാൾ പറയുന്നുണ്ട്, നബിയേ, അദബതു ദംബൻ അദീമൻ ഫഹൽ ലി മിൻ തൗബ, റസൂലേ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു, ഒരു ഗുരുതരമായ ഒരു തിന്മ, ഒരു മോശപ്പെട്ട ഒരു ഹറാമ് ഞാൻ ചെയ്തിട്ടുണ്ട് റസൂലേ, എനിക്ക് എന്തെങ്കിലും ഒരു തൗബ ഉണ്ടോ? ഞാൻ പശ്ചാത്താപിച്ചാൽ അല്ലാഹു എന്റെ പശ്ചാത്താപം സ്വീകരിക്കും എന്ന് ഈ മനുഷ്യൻ വന്ന് ചോദിക്കണം. ഇതിന് അല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്, ഇമാം തുർമുദിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചോദിച്ചത്, ഹല്ലക മിൻ ഉമ്മ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്. ആ മനുഷ്യൻ പറഞ്ഞില്ല, എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കാണ്, ഹല്ലക മിൻ ഖാലതി, നിനക്ക് ഖാലത്ത് ഉണ്ടോ എന്നുള്ളതാണ്. അഥവാ ഉമ്മാന്റെ സഹോദരിമാർക്കാണ് അറബിയിൽ ഖാലത്ത് എന്ന് പറയാം. ഉമ്മാന്റെ ജ്യേഷ്ഠത്തിമാര് അനിയത്തിമാരുണ്ടാവുമല്ലോ, അവർക്കാണ് ഖാലത്ത് എന്ന് പറയാം. അപ്പൊ ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ നബിയുടെ ചോദ്യം, ഉമ്മാന്റെ സഹോദരിമാരുണ്ടോ എന്ന് ചോദിച്ചു. അതേ റസൂലേ, ഉമ്മാന്റെ സഹോദരിമാരുണ്ട്. അപ്പൊ നബി പറയാണ്, എങ്കിൽ ഫബിർറഹ, അവർക്ക് നീ നന്മ ചെയ്യരുത്, നീ വലിയൊരു ഗുരുതരമായ തെറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പോ ആ ഒരു വിഷയത്തിൽ നിനക്ക് മുക്തനാകാൻ, നിനക്ക് തൗബ ലഭിക്കാൻ നീ ചെയ്യേണ്ടത് എന്താണ്? നിന്റെ ഉമ്മ, നിന്റെ സഹോദരിമാർക്ക് നീ നന്മ ചെയ്യണം എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാണ്, ഇബ്നു അബ്ബാസ്, ഇന്നി ഖതബതു ഇംറഅതൻ, ഞാൻ ഒരു പെണ്ണിനെ കല്യാണം ആലോചിച്ചു, കാരണം നല്ല ഭംഗിയുള്ള, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനോട് ഞാൻ അവളെ വിവാഹം കഴിക്കട്ടെ എന്ന് അവളോട് ചോദിച്ചപ്പോ ഫഅബത അൻ തൻകിഹനി, എന്നെ നിക്കാഹ് കഴിക്കണത്, കല്യാണം കഴിക്കണത് അവൾ വിസമ്മതിച്ചു, അവൾ അതിന് സമ്മതിച്ചില്ല. ഫഖതബഹ ഗൈരി, എനിക്ക് ശേഷം വേറൊരാൾ അവളെ കല്യാണം ആലോചിച്ചു, അവൾ എന്ത് ചെയ്തു? അതിന് സമ്മതിച്ചു. എനിക്ക് ഗൈറത്തുണ്ടായി, ഈർഷ്യതുണ്ടായിട്ട് ഞാൻ അവളെ കൊണ്ടു കളഞ്ഞു. മനുഷ്യൻ പറയാണ്, അപ്പോൾ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു, ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ അവൾ നിരസിച്ചു കളഞ്ഞു, എനിക്ക് ശേഷം വേറൊരാളെ കല്യാണം ചോദിച്ചപ്പോ അവൾ അതിന് സമ്മതിച്ചു, അയാളായിട്ട് കല്യാണം നടന്നു. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ അവളെ കൊണ്ടു കളഞ്ഞു. ഈ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം, എനിക്ക് തൗബ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യൻ പറഞ്ഞില്ല, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, എങ്കിൽ നീ തൗബ ചെയ്തോ, നീ അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിക്കോ, കാരണം കൊലപാതകം എന്ന തിന്മ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അത് പുറത്തു കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നീ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഈ മനുഷ്യൻ പോയതിനു ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ മഹാനായ അതാ ബിൻ യസാർ എന്ന് പറയുന്ന താബിഈ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഉസ്താദേ, ആ മനുഷ്യൻ കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം? ഓർന്ന് നിങ്ങൾ ചോദിച്ചില്ല, എന്താ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്?
ഇപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തിന്മ, ഏറ്റവും വലിയ ഒരു പാപം, കൊലപാതകം എന്ന പാപം അയാൾക്ക് സംഭവിച്ചു. ഇനി അയാൾക്ക് പുറത്തു കിട്ടാൻ ധാരാളം നന്മകൾ വേണം. അപ്പോൾ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മാനെ നോക്കിയാൽ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഖിദ്മത്ത് ചെയ്തു കൊടുത്താൽ നന്മകൾ വാരി കൂട്ടാൻ ഏറെ എളുപ്പമാണ്. പക്ഷെ ആ മനുഷ്യൻ എന്തില്ല, ഉമ്മയില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളോട് തൗബ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നമ്മൾ ആലോചിക്കണില്ല, നമ്മുടെ വീട്ടിൽ ആ ചെറിയ റൂമില് ഒതുങ്ങിക്കൂടി കിടക്കണത് നമ്മുടെ സ്വർഗമാണ്. ആ കുഞ്ഞിങ്ങനെ ഇരിക്കണ ഉമ്മ, ആ തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ വാപ്പ നമ്മുടെ സ്വർഗമാണ്. നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു ഖുർആനിലൂടെ പറയാണ്, നിങ്ങൾ അവരോട് ചെയ്യുന്ന പോലും പറയരുത്. ഒരു മനുഷ്യനോട് വെറുപ്പ് പ്രകടിപ്പിക്കുമ്പോൾ അയാളോട് പറയുന്ന അവസാന വാക്ക് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന വിഷയം, ഏറ്റവും ചെറിയ വിഷയം എന്ന് പറഞ്ഞാല് ചെയ്യുന്ന പറയലാണ്. ചില പണ്ഡിതന്മാര് പറയാണ് ചെയ്യുന്ന പറയണ്ട. ഉമ്മ ഒരു കാര്യം പറയുമ്പോ, വാപ്പ ഒരു കാര്യം പറയുമ്പോ അതിൽ നമുക്ക് വെറുപ്പ് പ്രകടിപ്പിച്ച് നമ്മുടെ മുഖത്തിന്റെ ഭാവം മാറി, അത് പോലും ഇതിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. അവരോട് ചെയ്യുന്ന പോലും പറയരുത്. അവരെ അട്ടിപ്പായിക്കരുത്. ഇത്ര കാലം എന്റെ അടുത്ത് നിന്നില്ലേ, ഇനി കുറച്ചു കാലം ഏട്ടൻ്റെ അടുത്ത് പോയി നിൽക്കും, ഇനി കുറച്ചു കാലം അനിയൻ്റെ അടുത്ത് പോയി നിൽക്കും. എന്നാ ഞാൻ മാത്രം മോനെ, എന്നാ ഞാൻ മാത്രം മകള്, എന്തുണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഓരോ തിന്നിട്ടാണെങ്കിലും ആട്ടിപ്പായിക്കരുത്. അല്ലാഹു പറയാണ്, മാന്യമായി സംസാരിക്കണം. എങ്ങനെ മാന്യമായി സംസാരിക്കേണ്ടത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശം അദ്ദേഹം പറയുന്ന ഒരു വാക്കാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് കൊണ്ട് ഉദ്ദേശം അവരോട് സ്നേഹത്തോടെ ആർദ്രതയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ്. വീണ്ടും അദ്ദേഹം പറയാണ്, മറുപടി പറയുന്ന സമയത്ത് ശബ്ദം കനപ്പിക്കരുത്. ഉമ്മ എന്തെങ്കിലും ചോദിക്കുമ്പോ, വാപ്പ എന്തെങ്കിലും ചോദിക്കുമ്പോ ആ വീട് മുഴുവൻ കുലുങ്ങുന്ന രൂപത്തിൽ ശബ്ദം കനപ്പിച്ച് പറയാൻ പാടില്ല. എത്ര വട്ടം ഈ പറയുന്നു, ഒരുപാട് തവണ ചോദിക്കുന്നത്. ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? പറയുന്നത് ആരോട്? അമ്മാനോടാണ്. പറയുന്നത് ആരോട്? വാപ്പാനോടാണ്. ശബ്ദം കനപ്പിച്ച് പറയാൻ പാടില്ല. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, തുറപ്പിച്ചു നോക്കരുത്. ചില മക്കള് ഉമ്മാനെ തുറപ്പിച്ചു നോക്കുന്നത് കണ്ടാൽ ഉമ്മ അങ്ങോട്ട് ചൂടിപ്പോകും. മകന്റെ കൂട്ടുകാരൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് അല്ലെങ്കിൽ കീറിയ തുണിയൊക്കെ ഇട്ടിട്ട് വാപ്പയോ ഉമ്മയോ ആ ലിവിംഗ് റൂമിലോ വന്നിരുന്നാൽ അവനത് കുറച്ചിലാണ്, അവരൊന്നും പറയില്ല. പക്ഷെ ഒരു നോട്ടത്തിൽ ഉമ്മ ഒന്നിരിക്കി പോകും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭാര്യയും മക്കളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തീൻമേശയിൽ ആ ഉമ്മ പിടിച്ച പാത്രം ഒന്ന് നിലത്ത് വീണാൽ, ആ കുടിച്ച ഗ്ലാസ് ഒന്ന് നിലത്ത് വീണ് പൊട്ടിയാല് അവൻ നോക്കുന്ന ഒരു നോട്ടുണ്ട്. ആ നോട്ടത്തിൽ ഭക്ഷണം പോലും ബാക്കി വെച്ച് ഉമ്മ ആ റൂമിന്റെ ഉള്ളിൽ പോയി വാതിലടച്ച് കരയുന്നുണ്ടെങ്കിൽ ഓർത്തു സഹോദര, ഇന്നല്ലെങ്കിൽ നാളെ മരണം നമ്മളെയും തേടി വരും. ആ മരണാനന്തര ജീവിതത്തിന് ശേഷം അല്ലാഹു പറഞ്ഞില്ലേ, ഇലൈക്കൽ മസീർ, നിങ്ങൾ തിരിച്ചു വരാനുള്ളത് എന്റെ അരികിലേക്കാണ്, അത് നിങ്ങൾ മറക്കരുത് എന്നുള്ളതാണ്. മഹാനായ സഈദ് ബിൻ മുസയ്യിബ് എന്ന് പറയുന്ന താബീഈ പണ്ഡിതനോട് ഒരാൾ പറയാണ്, എനിക്ക് വിശുദ്ധ ഖുർആനിൽ ഉമ്മാക്കുപ്പാക്കും നന്മ ചെയ്യണം എന്നുള്ള വിഷയങ്ങൾ പറയുന്ന ഖുർആനിന്റെ ആയത്തൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരായത്തൊഴികെ ഉമ്മാക്കുപ്പാക്കും നന്മ ചെയ്യണം, അവരുടെ മാന്യമായി പെരുമാറണം എന്നുള്ള വിഷയങ്ങൾ പരാമർശിക്കുന്ന എല്ലാ ആയത്തും എനിക്ക് മനസ്സിലായി. ഒരായത്തൊഴികെ ഏതാണെന്നറിയോ? മാന്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞില്ല അവരോട്. അതെങ്ങനെയാണ്? അപ്പോ സഈദ് ബിൻ മുസയ്യിബ് റഹ്മഹുല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, ഖൗലുൽ ആബിദി മുദ്നിബി ലിസയ്യിദിൽ ഫദ്ലിൽ ഗലീൽ. അഥവാ ഒരു തെറ്റ് ചെയ്ത അടിമ അതിന്റെ യജമാനോട് എപ്രകാരാണോ മാപ്പ് പറയുന്നത് അതുപോലെ ആയിരിക്കണം ഉമ്മാനോട് ഉപ്പാനോടുള്ള സംസാരം. സുബ്ഹാനല്ലാഹ്. ഒരു തെറ്റ് ചെയ്ത അടിമ, ആ അടിമ തന്റെ യജമാനോട് ചെയ്ത തെറ്റിൽ മാപ്പ് ചോദിക്കൂലേ, ആ രൂപത്തിൽ വിനയത്തോടെ ആ രൂപത്തിൽ താഴ്മയോട് കൂടിയിട്ടായിരിക്കണം ഉമ്മാനോട് ഉപ്പാനോടുള്ള സംസാരം ഉണ്ടാകേണ്ടത് എന്ന് മഹാനായ സഈദ് ബിൻ മുസയ്യിബ് റഹ്മഹുല്ലാഹ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. അവര് നമ്മളോട് ചിലപ്പോൾ മോശമായി പെരുമാറിയാലും നമ്മുടെ ഉമ്മയാണത്, നമ്മുടെ ഉപ്പയാണത്, നമ്മുടെ സ്വർഗമാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. 7ാം ക്ലാസ്സില് അറബി പുസ്തകത്തിൽ നമ്മളൊക്കെ പഠിച്ച ഒരു പാട്ടുണ്ട്, കൽബുൽ ഉമ്മ എന്നുള്ളതാണ്. ഉമ്മാന്റെ ഹൃദയം എന്നാണ് ആ കവിതന്റെ പേര്.
ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പഠിച്ച ഒരു പാട്ടാണ്, ഒരു കവിതയാണ്, വളരെ മനോഹരമായ ഒരു കവിത. അതില് പിന്നെ ഉമ്മാന്റെ ഒരു കുട്ടിന്റെ കഥയാണ് അതിൽ പരാമർശിക്കുന്നത്. ഉമ്മാന്റെ ഈ കുട്ടിയോട് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നിനക്ക് ഒരുപാട് ദിർഹമുകൾ, ദീനാറുകൾ, സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങളൊക്കെ ഞാൻ നിനക്ക് നൽകാം. നിന്റെ ഉമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിന്റെ ഉമ്മാന്റെ ഹൃദയം കീറി ആ ഹൃദയം നീ കൊണ്ടുവരികയാണെങ്കിൽ, നെഞ്ചു പിളർത്തി ഹൃദയം കൊണ്ടുവരികയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരുപാട് സമ്പത്ത് നൽകാം. ഈ കുട്ടി സ്വത്തിന് വേണ്ടിക്കൊണ്ട്, സമ്പത്തിന് വേണ്ടി ഉമ്മ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആ നെഞ്ചിങ്ങനെ കീറി അതിനുള്ളിന്ന് ഹൃദയം എടുത്ത് ഓടിപ്പോവുകയാണ്. ഓടിപ്പോകുന്ന സമയത്ത് അങ്ങനെ ഒരു കത്തി കൊണ്ട് കയറിയിട്ട് ഈ മനുഷ്യന്റെ അരികിലേക്ക് ഓടി ചെല്ലാണ്. ഈ ഹൃദയം നിരക്കുന്നതിന് മുമ്പ് എത്തണമെന്ന് പറഞ്ഞു. ഹൃദയത്തിന്റെ ചലനം ഇല്ലാതാകുന്നതിന് മുമ്പ് എന്റെ അരികിലേക്ക് എത്തണമെന്ന ആ മനുഷ്യൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഈ ചലിക്കുന്ന ഹൃദയവുമായി കൊണ്ട്, ഉമ്മാന്റെ ഹൃദയവുമായി കൊണ്ട് ഓടി ചെല്ലുന്ന സമയത്ത് ഒരു ഭാഗത്ത് കാല് തട്ടിയിട്ട് കുട്ടി മറിഞ്ഞു പോകും. കയ്യിലുണ്ടായിരുന്ന ഹൃദയം തെറിച്ചു പോയി എന്നുള്ളതാണ്. തെറിച്ചു പോയ സമയത്ത് ഈ തെറിച്ചു വീണ് കിടക്കുന്ന ഹൃദയം സംസാരിച്ചു എന്നകഥ. ഹൃദയം പറയാണ്, ആ നിലത്തിങ്ങനെ വീണ് പൊടിയിൽ പുരണ്ട് കിടക്കുന്ന ഹൃദയം സംസാരിക്കാണ്, വലദി ഹബീബി അലസാബക മിനല്ലാഹ്, മോനെ ഉമ്മാന്റെ കുട്ടിക്ക് എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടോ എന്ന് ആ ഹൃദയം സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പോ ഇതാ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത വേദന ഉണ്ടാക്കി. ആ മനുഷ്യൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഉമ്മാനോട് ഒരിക്കലും ഒരു മകൻ ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ ഉമ്മാനെ കുത്തിയ അതേ കടാര ഈ കുട്ടി ആ കുട്ടിന്റെ നെഞ്ചിലേക്ക് കുത്തി ഇറക്കാൻ നോക്കുകയാണ്. കാരണം ഉമ്മാനോട് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഉമ്മാന് നെഞ്ചു പിളർത്തിയ അതേ കടാര കൊണ്ട് ഈ കുട്ടിന്റെ ഹൃദയത്തിലേക്ക് കുത്തുമ്പോ ആ നിലത്ത് വീണ് കിടക്കുന്ന ഹൃദയം വീണ്ടും സംസാരിച്ചു. ആ ഹൃദയം പറയാണ്, മോനെ നീ ഒരു പ്രാവശ്യം കുത്തിയത് എന്റെ ഹൃദയത്തിലാണ്, എനിക്ക് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്. ഇനി നീ രണ്ടാമതും കുത്തുന്നത് അതും എനിക്ക് വേദനിക്കുന്നത് എനിക്ക് തന്നെയാണ്. നിന്നെ കുത്തിയാലും വേദനിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് നീ വീണ്ടും ഇതിന്റെ ഹൃദയത്തിലേക്ക് നീ കുത്തരുത് എന്ന് ആ ഉമ്മ പറഞ്ഞു എന്നുള്ളതാണ്. ഒരു കഥയാണ്, പക്ഷേ ഒരുപാട് പാടുണ്ട്. അല്ലാഹു പാഠം ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പണ്ഡിതന്റെ പ്രസംഗത്തിൽ കേട്ട ഒരു സംഭവമുണ്ട്. ആ പണ്ഡിതൻ പറയാണ്, ഒരു മകൻ ഭാര്യന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് ഉമ്മാനെ ആരാരുമില്ലാത്ത കാട്ടിൽ കൊണ്ടുപോയിടാൻ തീരുമാനിച്ചു. അപ്പൊ ഭാര്യ ഉമ്മയും ഒരിക്കലും ഒത്തുപോകില്ല. ഭാര്യയ്ക്ക് എങ്ങനെ പറഞ്ഞിട്ടും ഉമ്മാനെ ഒരുമിച്ച് ജീവിക്കാനോ ഉമ്മാന്റെ കൂടെ നിൽക്കാനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാര്യന്റെ പ്രലോഭനങ്ങളിൽ വഴങ്ങിയിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു, ഈ ഉമ്മാനെ ആരാരുമില്ലാത്ത കാട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണ്. ഉമ്മാനോട് പോയി പറഞ്ഞത്, ഉമ്മാനെ നല്ല ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കാട്ടിൽ കൊണ്ടുപോയി ഒരു താഴ്വാരത്ത് നിർത്തി. ധാരാളം വന്യമൃഗങ്ങളും ചെന്നായകളുള്ള നാടാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് പറഞ്ഞു, ഉമ്മ അവിടെ നിൽക്കി, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. ഉമ്മാനെ അവിടെ ആക്കിയിട്ട് ഇയാൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഇയാൾ ആലോചിക്കണത്, ഞാൻ ആരെ കൊണ്ടുപോയി ആക്കിയത്? എന്റെ ഉമ്മാനെയാണ്. എന്നെ പൂറ്റി, എന്നെ പ്രസവിച്ച് എന്നെ ഇത്രത്തോളം പൂറ്റി വളർത്തിയ എന്റെ ഉമ്മാനെയാണ് ഞാൻ അവിടെ കൊണ്ടുപോയി ആക്കിയത്. ആ ചെയ്ത തെറ്റിന്റെ ആഴവും പരപ്പൊക്കെ അപ്പോഴാണ് അയാൾക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ ഉമ്മാന്റെ അരികിലേക്ക് നാളെ രാവിലെ ചെല്ലാൻ വേണ്ടി അയാൾ തീരുമാനിച്ചു. ഉമ്മാനോട് മാപ്പ് പറയാൻ വേണ്ടി, ചെയ്ത തെറ്റിനെ പുറത്തു തരണം എന്നൊക്കെ പറയാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ അയാൾ ആലോചിച്ചു, ഇങ്ങനെ ഞാൻ ഇന്നലെയാണ് എന്റെ ഉമ്മാനെ കൊണ്ടുവന്നാക്കിയത്. ഞാൻ വല്ല ചെന്നായി പിടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജന്തുക്കൾ ഉമ്മാൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിലോ ഉമ്മ ചിലപ്പോൾ എന്നോട് പിണങ്ങി നിൽക്കായിരിക്കും. അതുകൊണ്ട് വേഷം മാറിയിട്ട് പോകാം എന്ന് കരുതിയിട്ട് ഈ മകൻ എന്ത് ചെയ്തു, വേറൊരാളുടെ രൂപം സ്വീകരിച്ച് ഒരു വേഷം മാറിയിട്ട് ഉമ്മാന്റെ അരികിലേക്ക് ചെന്നു. ആ കാട്ടിൽ ഉമ്മാനെ നിർത്തിയ ആ താഴ്വാരത്തെത്തിയപ്പോ ഉമ്മക്കൊന്നും പറ്റിയിട്ടില്ല. ഉമ്മ അവിടെ ഒരു കല്ലിന്റെ മേലെ ഇരിക്കുന്നുണ്ട്. ഇയാള് വേഷം മാറിയിട്ടാണ്. മുമ്പിലുള്ളത് മകനാണെന്നും ഉമ്മാക്ക് അറിയില്ല. ശബ്ദം മാറ്റിയിട്ട് സംസാരിക്കാണ്, മങ്ങൾ എന്താ അവിടെ ഉള്ളത്? ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങളും ചെന്നായകളൊക്കെ ഉള്ള സ്ഥലമാണ്, ഞാൻ നിങ്ങളെ ഇവിടുത്തെ രക്ഷപ്പെടുത്താം. അപ്പൊ ഉമ്മ പറഞ്ഞു എന്നുള്ളതാണ്, മോനെ ഇവിടെ ചെന്നായകളുണ്ടോ, ഇവിടെ വന്യമൃഗങ്ങളുണ്ടോ? എങ്കിലും ഉമ്മാന്റെ കുട്ടി ഒരു കാര്യം ചെയ്യണം. എന്റെ കുട്ടി ഇന്നലെ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയതാണ്, എന്റെ കാര്യമോ നോക്കണ്ട. അവനെ ചിലപ്പോ എന്തെങ്കിലും ശത്രുക്കൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ അവനെ ആക്രമിച്ചിട്ടുണ്ടാകും.
അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി ആ കാട്ടിലേക്കൊന്ന് ഇറങ്ങണം, അവിടെ എവിടെയെങ്കിലും നിന്റെ മോനുണ്ടോ എന്ന് പോയി നീ തിരക്കണം എന്ന് പറഞ്ഞതായിക്കൊണ്ട് ഒരു പണ്ഡിതന്റെ സംസാരത്തിൽ കേട്ടത് ഓർമ്മ വരികയാണ്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകളെ തിരിഞ്ഞു നോക്കൂല. 3 വിഭാഗം ആളുകളെ തിരിഞ്ഞു നോക്കൂല, അവരെ യാതൊരു പരിഗണനയും അവർക്ക് കൊടുക്കൂല. അതിൽ പറഞ്ഞത് എന്താണെന്നറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ. 3 ആളുകൾ അല്ലാഹു നാളെ പരലോകത്ത് നോക്കൂല. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാഖുലി വാലിദൈഹി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആള് എന്നുള്ളതാണ്. മാതാപിതാക്കൾക്ക് അനുസരണക്കേട് കാണിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന, അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന വ്യക്തിയെ നാളെ അല്ലാഹു തിരിഞ്ഞു നോക്കൂല. നാളെ പരലോകത്ത് അല്ലാഹു തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മഹാനായ അബ്ബാസി കാലഘട്ടത്തിൽ അറിയപ്പെട്ട കവിയാണ് അസ്മാഇ. അദ്ദേഹം ഒരിക്കൽ ഒരു യാത്രയിൽ ഒരു ഭാഗത്തെത്തിയപ്പോ വിചിത്രമായ ഒരു രംഗം കണ്ടു എന്നുള്ളതാണ്. അസ്മാഇ ഒരു യാത്രയിലാണ്, ഒരു ഭാഗത്തെത്തിയപ്പോ ഒരു വിചിത്രമായ ഒരു രംഗം എന്താണെന്നറിയൂ? ആ നാട്ടിൽ എണ്ണാട്ടാൻ വേണ്ടി, വെള്ളം കോരാൻ വേണ്ടി ഒരു ആസുകല്ല് ഉപയോഗിക്കാറുണ്ട്. ഈ ആസുകല്ലിന്റെ അറ്റത്തായിക്കൊണ്ട് ഒട്ടകത്തെയോ അല്ലെങ്കിൽ കഴുതയോ നിർത്തിയിട്ട് അത് ഇങ്ങനെ കറങ്ങും. അപ്പൊ എണ്ണ ആട്ടാൻ വേണ്ടി ഉപയോഗിക്കും. അതല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? വെള്ളം കോരാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഈ നാട്ടിലെത്തിയ സമയത്തുള്ളത് ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യണത്? ആ ആസുകല്ല് ആയിട്ട് ഇങ്ങനെ കറങ്ങണത്. എന്നിട്ട് ഈ വ്യക്തിയുടെ യജമാനൻ എന്ത് ചെയ്യുന്നുണ്ട്? ചാട്ടവാറ് കൊണ്ട് ഇയാൾ അടിക്കുന്നുണ്ട്, ശക്തമായി കൊണ്ട് പ്രഹരിക്കുകയാണ്. അസ്മാഇ പറയുന്നുണ്ട്, എന്ത് മനുഷ്യനാണ് അയാൾ? അടിമയാണെങ്കിൽ പോലും ഒന്ന് കരുണ കാണിച്ചു, അതൊരു മനുഷ്യനല്ലേ, ഒരല്പം കരുണ. ആ രൂപത്തിൽ പറയുന്ന സമയത്ത് ഈ അടിക്കുന്ന വ്യക്തി, ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന വ്യക്തി പറയാണ്, ഇയാളിന്റെ അടിമൊന്നല്ല, ഇയാളിന്റെ വാപ്പയാണ്, ഇയാളിന്റെ വാപ്പയാണ്. എന്റെ വാപ്പാന്റെ വാപ്പനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അസ്മാഇ പറയാണ്, ദുനിയാവിൽ വാപ്പാനെ ദ്രോഹിച്ച ആ വ്യക്തിക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അയാളുടെ മകളിൽ മുഖേന അല്ലാഹു എന്തിയാണ്? അതേ ശിക്ഷ കൊടുക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഉപ്പാനെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉമ്മാനോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും മക്കൾ വളർന്നു വരുന്നുണ്ട്, അവരും ഇതെല്ലാം കാണുന്നുണ്ട്. അവരുടെ നാവിലൂടെ പറയുമ്പോ ഒരു വാപ്പാനൂടെ പറയാൻ പാടില്ലാത്ത വാക്ക് നമ്മുടെ മകൻ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയുമ്പോൾ അപ്പൊ നമ്മൾ അത്ഭുതപ്പെടും, അപ്പൊ നമ്മൾ സങ്കടപ്പെടും. ഒരു ഉമ്മാനോട് പറയാൻ പാടില്ലാത്ത വാക്ക് നമ്മുടെ മകള് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പറയുമ്പോൾ അന്ന് നമ്മൾ ആലോചിക്കും, പണ്ട് ഉമ്മാനെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും നമ്മൾ മോശമാക്കിയപ്പോ ഉമ്മൊന്നും വേണ്ടിയിട്ടില്ല, നേരെ ചെന്ന് വാതിലടച്ച് തെയ്യി കരഞ്ഞതിന്റെ ശിക്ഷയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് തന്നെ തന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ വീട്ടിൽ ഇങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് സലാം പറഞ്ഞിട്ട് ഉമ്മ എന്ന് വിളിക്കുമ്പോ അതിന് മറുപടി പറയാൻ അപ്പുറത്ത് ഒരാൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. നമ്മുടെ ഫോണിലേക്ക് വിളിക്കാനൊരു ഉപ്പ ഉണ്ടെങ്കിൽ, വിളിക്കാനൊരു ഉമ്മ ഉണ്ടെങ്കിൽ അതൊക്കെ വലിയ സൗഭാഗ്യമാണ്. അതിന്റെ വിലക്ക് എപ്പോഴും മനസ്സിലാക്കാന്നറിയോ? അവര് നഷ്ടപ്പെടുന്ന സമയത്താണ്. വീട്ടിലിങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് ഉമ്മ എന്ന് വിളിക്കുമ്പോ ഒരു മൂലമെങ്കിലും മറുപടി പറയാൻ ആ റൂമിൽ തൊഴിലേക്ക് ചുക്കിച്ചുളിഞ്ഞ് ഒരു ഭൂമി രൂപത്തിൽ ഇങ്ങനെ ആകെ വളർന്നു നിൽക്കുന്ന ഒരു ജീവശരീരങ്ങൾ ഉണ്ടാകാതെ പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അത് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില അറിയുള്ളൂ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കണ്ണ് നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില അറിയുള്ളൂ. വാപ്പ മരിക്കണം, ഉമ്മ മരിക്കണം, അപ്പോഴാണ് അതിന്റെ വില അറിയുള്ളൂ. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഒരു മനുഷ്യന്റെ സുവർണ കാലഘട്ടം. അത് അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ തിരിച്ചറിയുന്നവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. വാപ്പ മരിച്ചതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല, ഉമ്മ മരിച്ചതിന് ശേഷം അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. അവര് ജീവിച്ചിരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിതിനൊക്കെ പറയുമ്പോഴും പല ആളുകളും ഇവിടെ ആലോചിക്കുന്നുണ്ടാകും അവരുടെ മരണപ്പെട്ട മാതാപിതാക്കളെ ആലോചിച്ച്. അല്ലാഹു മരണപ്പെട്ട, നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ട ആളുകളുടെ മാതാപിതാക്കൾക്ക് തക്കതായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരോട് ചെയ്യേണ്ട ഒരു 4 കടമ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും കടമുണ്ട്, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല. അവരോട് ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമതായി ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ചടങ്ങിന് വേണ്ടിയിട്ടല്ല. നാട്ടില്
ചെല്ലണ സമയത്ത് വെള്ളിയാഴ്ച മഹലിൽ പോകുമ്പോൾ ആ കബറിന്റെ മുമ്പ് പോയി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. സദാസമയം വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മരിച്ച ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളായി നമുക്ക് കാണാൻ കഴിയണം. അല്ലാതെ റസൂൽ പറഞ്ഞില്ല, ആദം സന്തതി മരിച്ചാലും കബറിലേക്ക് എത്തുന്നത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥന എന്നുള്ളതാണ്. നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. 2, അവരുടെ വസീയത്തുകൾ പൂർത്തീകരിക്കുക. ഒരുപാട് ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. ആ വസീയത്തുകൾ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ പൂർത്തീകരിക്കുക. അവരുടെ കടങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വീട്ടുക. അത് ജ്യേഷ്ഠം കൂട്ടട്ടെ. വീടിന്റെ ഏറ്റവും നല്ല ഭാഗം വാപ്പാന്റെ ഒരു വീഴിച്ച സമയത്ത് ഏറ്റവും നല്ല കണ്ണായ സ്ഥലം കിട്ടിയത് പെണ്ണക്കാണല്ലോ, ജ്യേഷ്ഠനാണല്ലോ. അവന് വാപ്പാന്റെ കടം കൂട്ടട്ടെ എന്നല്ല, നമ്മുടെ വാപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. അവർക്ക് എന്തെങ്കിലും കടങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടണം. അവർക്ക് നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം. അവർക്ക് ഹജ്ജ് ഉംറക്ക് അവര് നേർച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ കഴിയണം. 3, ഉപ്പയത്ത ഉമ്മയത്ത കുടുംബക്കാരെ ബന്ധം ചേർക്കണം. വാപ്പ മരിച്ചതിന് ശേഷം പിന്നെ വാപ്പാന്റെ കുടുംബക്കാരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയില്ല. ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാന്റെ കുടുംബക്കാരായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. ഉമ്മാന്റെ കുടുംബക്കാരെ വാപ്പാന്റെ കുടുംബക്കാരുമായിട്ട് ബന്ധം വിളക്കാൻ കഴിയണം. അവസാനമായിട്ട് പറയാനുള്ളത്, മാതാപിതാക്കളുടെ കൂട്ടുകാരെ ആദരിക്കുക. ഉമ്മാക്ക് ചില കൂട്ടുകാരികളുണ്ട്, വാപ്പാക്ക് ചില കൂട്ടുകാരന്മാരുണ്ട്, അവരാദരിക്കണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരുഭൂമിയുള്ള പോണ സമയത്ത് ഒരു ആറാബിനെ കണ്ടു. ആറാബിനെ കണ്ട സമയത്ത് ഇബ്നു ഉമർ സഞ്ചരിച്ച വാഹനം, ആ വാഹനത്തിന്റെ പുറത്ത് നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിയെന്നാണ്. എന്നിട്ട് ആ വാഹനത്തിന്റെ പുറത്ത് ഈ അറാബിയായ ബദുവായ ഗ്രാമീണനായ മനുഷ്യനെ ഇരുത്തി. ഇബ്നു ഉമറിന്റെ തലയിൽ വെച്ച തലപ്പാവ് ഊരിക്കൊണ്ട് ഈ മനുഷ്യന്റെ തലയിൽ വെച്ച് കൊടുത്തു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ എന്തിനാ ഇബ്നു ഉമർ പരിഗണിക്കണത്? ഒരു ഗ്രാമീണനല്ലേ, ഒരാറാബിയല്ലേ എന്ന് ചോദിച്ചപ്പോ അതിന് കൊടുത്ത മറുപടി, എന്റെ പിതാവ് ഉമറിന്റെ കൂട്ടുകാരനാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, ഒരാൾ തന്റെ മാതാപിതാക്കളുടെ സ്നേഹിതന്മാരോട് കാണിക്കുന്ന നന്മയാണ് ഏറ്റവും വലിയ സൽക്കർമ്മമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മരണപ്പെട്ട മാതാപിതാക്കളോടും ചില കടമകളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മാനോടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി ഓർമ്മത്തിന് മുമ്പ് വിളിക്കാൻ കഴിയണം. ഉമ്മ, എന്റെ നാവുന്ന അറിയാതെ വന്ന വാക്കാണ്, ഒരിക്കലും മനസ്സിൽ വെക്കരുത്. ഉമ്മ പുറത്തു തരുത്. ഞാൻ പറയട്ടെ, നമുക്ക് ഇന്ന് ലോകത്ത് നമ്മുടെ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ശരീരം കഴുത്തിൽ താഴെ ചലിപ്പിക്കാൻ കഴിയാതെ നമ്മുടെ പെട്ടിൽ നമ്മുടെ മലമൂത്രമൊക്കെ പോകുന്ന അവസ്ഥ വന്നാൽ ദുനിയാവിൽ ഒരു പെണ്ണേ ഉണ്ടാവുള്ളൂ, അറപ്പും പൊറുപ്പും കൂടാതെ നമ്മുടെ കൂടെ നിൽക്കാൻ. അത് നമ്മുടെ ഉമ്മ മാത്രമായിരിക്കും. പിന്നെ ഉണ്ടാകും സ്വാലിഹത്തായ എണ്ണ. അത് സ്വാലിഹത്തായ ഭാര്യ മാത്രമായിരിക്കും ഉണ്ടാകുക. എല്ലാ ഭാര്യമാരും ഉണ്ടാകണമെന്നില്ല, എന്നാൽ ഉമ്മ ഉണ്ടാക്കും. അതുകൊണ്ട് ഉമ്മാനോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുക. അവര് നമ്മളോട് ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിലും, അവര് നമ്മളോട് ഇങ്ങോട്ട് മോശമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും പുറത്തു കൊടുക്കാൻ കഴിയണം. എത്രയായാലും അത് നമ്മുടെ ഒപ്പയാണ്, എത്രയായാലും നമ്മുടെ ഉമ്മയാണ്. ആ ഒരു വിഷയം ഓർമ്മ ഉണ്ടാകുക. റഹ്മാനായ റബ്ബ് അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ കുറ്റങ്ങളെ പോയിട്ട് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുടെ കബറിടം അവർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടങ്ങളെ സ്വർഗ്ഗപൂതമാക്കി മാറ്റുമാറാകട്ടെ. അള്ളാഹു മാതാപിതാക്കളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കൂടെ സമാധാനത്തോടെ ശാന്തിയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫീ ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കാര്യം സൂചിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത